നമസ്കാരം. ലേൺ വിത്ത് ആദിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ ബീർ ബഹൂട്ടിയുടെ സെക്കൻഡ് പാർട്ടുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വീണ്ടും എത്തിയിരിക്കുകയാണ്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്ത് നോക്കാം. ഹിന്ദിയിലെ പ്രശസ്ത എഴുത്തുകാരനായ പ്രഭാതിന്റെ കഹാനിയാണ് ബീർ ബഹൂട്ടി. ബീർ ബഹൂട്ടിയിൽ പറയുന്നത് സാഹിലെന്നും ബേലയെന്നും പേരായ രണ്ട് കുട്ടികളെ കുറിച്ചാണ്. സാഹിലും ബേലയും ഉറ്റ ചങ്ങാതിമാരായിരുന്നു. അവർ രണ്ടുപേരും അടുത്തുള്ള സ്കൂളിൽ 5ാം ക്ലാസ്സിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അവർ രാവിലെ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് വയലുകളിൽ ബീർ ബഹൂട്ടികളെ തിരയുമായിരുന്നു. ഒരു ദിവസം ബീർ ബഹൂട്ടികളെ തിരയുന്ന സമയത്ത് ദൂരെ സ്കൂളിൽ നിന്നും ഫസ്റ്റ് ബെൽ അടിക്കുന്ന ശബ്ദം കേൾക്കുന്നു. അവർ വേഗം സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് അവർക്ക് 2 പേർക്കും പേനയിൽ മഷി നിറയ്ക്കണമായിരുന്നു. 2 പേരും ഇതിനായി സ്കൂളിനടുത്തുള്ള സ്റ്റേഷനറി കടയിൽ കയറുന്നു. കടയിലേക്ക് കയറുന്നതിന് മുൻപ് തന്നെ സാഹിൽ തൻ്റെ പേനയിലെ മഷി മുഴുവൻ കുടഞ്ഞു കളയുന്നു. കടയിലെ മഷി തീർന്നത് കാരണം അവർക്ക് പേനയിൽ മഷി നിറയ്ക്കാൻ സാധിച്ചില്ല. സുരേന്ദർജി അവരുടെ കണക്കുമാഷായിരുന്നു. അദ്ദേഹം ചെറിയൊരു തെറ്റിന് പോലും കുട്ടികളെ ക്രൂരമായി ശിക്ഷിക്കുമായിരുന്നു. PT പീരീഡിന് ശേഷമുള്ള കണക്ക് പീരീഡിൽ അദ്ദേഹം നോട്ട് പുസ്തകങ്ങൾ ചെക്ക് ചെയ്യുമായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. एक दिन सुरेंद्र जी माट साहब ने बेला के बालों में पंजा फंसाया, पर शायद जिस गलती को पाकर वे उसके बाल पकड़कर फेंकने वाले थे वो गलती थी ही नहीं. उन्होंने बेला को छोड़ दिया. बेला के भयभीत चेहरे को देखकर साहिल बुरी तरह डर गया था. उसने देखा कि बेला के पाँव अभी भी कांप रहे हैं, जैसे वो गड़े गड़े अभी गिर जाएगी. सुरेंद्र जी माट साहब ने कॉपी को उसके बैठने की जगह पर फेंकते हुए कहा, बैठ अपनी जगह पर. एक दिन ഒരു ദിവസം സുരേന്ദർജി മാട്ട് സാബിനെ ഗണിതാധ്യാപകനായിട്ടുള്ള സുരേന്ദർജി ബേലയുടെ ബാലോമേ, ബാൽ എന്ന് പറഞ്ഞാൽ തലമുടി എന്നാണ് അർത്ഥം, ബാലോമേം തലമുടിയിൽ പഞ്ചാ ഫസായ പിടിച്ചു. പർ ഷായദ് എന്നാൽ ജിസ് ഗൽത്തി കോ പാക്കർ, ഗൽത്തി എന്ന് പറഞ്ഞാൽ തെറ്റാണ്, ജിസ് ഗൽത്തി കോ പാക്കർ ഏത് തെറ്റ് കണ്ടിട്ടാണോ വേ അദ്ദേഹം ഉസ്കെ അവളുടെ ബാൽ പകഡ്കർ തലമുടി പിടിച്ച് ഫേക്നെ വാലെ ഥേ തള്ളിയിടാൻ ശ്രമിച്ചത് വോ ഗൽത്തി ഥീ ഹി നഹി അതൊരു തെറ്റായിരുന്നില്ല. ഉനോനെ അദ്ദേഹം ബേലാക്കോ ബേലയെ ഛോഡ് ദിയ വെറുതെ വിട്ടു. ബേലാക്കെ ബേലയുടെ ഭയഭീത് പേടിച്ച ചെഹരേക്കോ ദേക്കർ, ചെഹര എന്ന് പറഞ്ഞാൽ മുഖം എന്നാണ് അർത്ഥം, ചെഹരേക്കോ ദേക്കർ മുഖം കണ്ടിട്ട് സാഹിൽ ബുരി തര വളരെ ഡർ ഗയാ ഥ പേടിച്ചിരുന്നു. ഉസ്നെ ദേഖ അവൻ കണ്ടു, എന്താണ് അവൻ കണ്ടത്? കി ബേലാക്കെ പാവ്, പാവ് എന്ന് പറഞ്ഞാൽ കാലുകളാണ്, ബേലാക്കെ പാവ് ബേലയുടെ കാലുകൾ അഭീബി ഇപ്പോഴും കാംബ് രഹേ ഹെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ജൈസേ വോ ഘടേ ഘടേ അഭി ഗിർ ജായേഗി അവൾ നിന്ന നിൽപ്പിൽ വീഴുമെന്ന പോലെ. സുരേന്ദർജി മാട്ട് സാബ്നെ ഗണിതാധ്യാപകനായിട്ടുള്ള സുരേന്ദർജി കോപ്പിക്കോ നോട്ട് പുസ്തകത്തിനെ ഉസ്കി അവളുടെ ബൈഠ്നെ കി ജഗഹ് പർ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഫേങ്ക്തേ ഹുയെ കഹ വലിച്ചെറിഞ്ഞുകൊണ്ട് പറഞ്ഞു. ഫേങ്ക്ന എന്ന് പറഞ്ഞാൽ വലിച്ചെറിയുക എന്നാണ് അർത്ഥം. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ബൈഠ് അപ്നി ജഗഹ് പർ, നിന്റെ സ്ഥലത്തിരിക്കെ. ജഗഹ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. PT പീരീഡിന് ശേഷമുള്ള കണക്ക് പീരീഡിലാണ് സുരേന്ദർ സാബ് നോട്ട് പുസ്തകങ്ങൾ ചെക്ക് ചെയ്തിരുന്നത്. ചെറിയ തെറ്റുകൾക്ക് പോലും കുട്ടികളെ തള്ളിയിടുകയും അടിക്കുകയും ചെയ്യുന്ന സ്വഭാവമുള്ളയാളായിരുന്നു സുരേന്ദർജി. അദ്ദേഹം ഒരിക്കൽ ഇതുപോലെ നോട്ട് നോക്കിയ സമയത്ത് ബേലയെ മുടിക്ക് പിടിച്ച് തള്ളിയിടാൻ ശ്രമിച്ചു. പക്ഷെ അതൊരു തെറ്റല്ലെന്ന് കണ്ടപ്പോൾ അവളെ വെറുതെ വിട്ടു. പക്ഷെ ഈ ഒരു സംഭവം ബേലയെ വല്ലാതെ പേടിപ്പിച്ചു. ഇത് കണ്ട സാഹിലും വല്ലാതെ പേടിച്ചു. സുരേന്ദർജി പുസ്തകം ബേലയിരിക്കുന്ന സ്ഥലത്തേക്ക് വലിച്ചെറിഞ്ഞ് അവളോട് ഇരിക്കാൻ പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത പാരാഗ്രാഫ് നോക്കാം. बेला का मन बहुत खराब हो गया. माट साहब चाहे मुझे पीट लेते मगर साहिल के सामने नहीं. वो साहिल के सामने खुद को शर्मिंदा महसूस कर रही थी, क्योंकि वो जानती थी कि वो साहिल की नज़र में बहुत अच्छी है. जब वो उसके पास आकर बैठी उससे नजर नहीं मिला पाई. बेला का मन ബേലയുടെ മനസ്സ് ബഹുത് വളരെ ഖരാബ് ഹോ ഗയ അസ്വസ്ഥമായി. മാട്ട് സാബ് ചാഹെ
കണക്ക് മാഷ്ക്ക് വേണമെങ്കിൽ മുജെ എന്നെ പീട്ട് ലേത്തെ അടിക്കാമായിരുന്നു. മഗർ എന്നാൽ സാഹിൽ കെ സാമനെ നഹി സാഹിലിന് മുന്നിൽ വെച്ചാവരുത്. വോ സാഹിൽ കെ സാമനെ അവൾ സാഹിലിന് മുന്നിൽ ഖുദ് കോ സ്വയം ശർമിന്ദ മെഹസൂസ് കർ രഹി തി. ഷർമിന്ദ എന്ന് പറഞ്ഞാൽ ലജ്ജയാണ്. അവൾക്ക് ലജ്ജ തോന്നി. ക്യോങ്കി എന്തുകൊണ്ടെന്നാൽ വോ ജാൻതി ഥി അവൾക്കറിയാമായിരുന്നു കി വോ അവൾ സാഹിൽ കി നസർ മേ സാഹിലിൻ്റെ കാഴ്ചപ്പാടിൽ, നസർ എന്ന് വെച്ചാൽ കാഴ്ചപ്പാട്, ദൃഷ്ടി, നോട്ടം എന്നൊക്കെയാണ് അർത്ഥം. സാഹിൽ കി നസർ മേ സാഹിലിൻ്റെ കാഴ്ചപ്പാടിൽ ബഹുത് വളരെ അച്ചി ഹെ നല്ലവളാണ്. ജബ് വോ എപ്പോഴാണോ അവൾ ഉസ്കെ പാസ് അവൻ്റെ അടുത്ത് ആക്കർ വന്നിട്ട് ബൈട്ടി ഇരുന്നത് ഉസ്സെ അവൻ്റെ നസർ നഹി മിലാപ്പായി മുഖത്തേക്ക് നോക്കാൻ കഴിഞ്ഞില്ല. പരസ്പരം നോക്കുന്നതിനെയാണ് നസർ മിലാന എന്ന് പറയാ. ദീപാവലി की छुट्टियों के बाद जब स्कूल खुला तो बेला के सर पर सफेद पट्टी बंधी थी. कोई उसे होए 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 सफेद पट्टी कह रहा था तो कोई सुल्ताना ठाकुर तो कोई कुछ और कहकर चिढ़ा रहा था. ദീപാവലിയുടെ छुट्टियों के അവധിക്ക് ബാദ് ശേഷം ജബ് സ്കൂൾ ഖുലാത്തോ സ്കൂൾ തുറന്നപ്പോൾ ബേലാക്കെ സിർ പർ ബേലയുടെ തലയിൽ, സിർ എന്ന് വെച്ചാൽ തലയാണ്, സഫേദ് പട്ടി ബന്ദി ഥി സഫേദ് വെളുത്ത നിറത്തിലുള്ള പട്ടി ബാൻഡേജ് ബന്ദി ഥി കെട്ടിയിട്ടുണ്ടായിരുന്നു. കോയൂസെ ആരോ അവളെ ഹോയ് 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 സഫേദ് പട്ടി വെളുത്ത ബാൻഡേജ് കരഹാഥാഥോ എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ടെങ്കിൽ കോയ് മറ്റാരോ സുൽത്താന ടാക്കു എന്ന് വിളിച്ച് കളിയാക്കുന്നുണ്ടായിരുന്നു. തോ കോയി ആരോ കുച്ച് ഓർ കഹ്കർ മറ്റെന്തൊക്കെയോ വിളിച്ച് ചിടാ രഹാഥ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ടായിരുന്നു. സാഹിലിൻ്റെ മുന്നിൽ വെച്ച് സുരേന്ദർജി തന്നെ ശിക്ഷിക്കാൻ ഒരുങ്ങിയതിൽ ബേലയ്ക്ക് ആകെ ലജ്ജ തോന്നി. കാരണം ബേല സാഹിലിൻ്റെ മുന്നിൽ ഒരു നല്ല കുട്ടിയായിരുന്നു. നാണക്കേടു കാരണം ബേലയ്ക്ക് സാഹിലിൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും മടി തോന്നി. ദീപാവലി അവധിക്ക് ശേഷം സ്കൂളിലെത്തിയ ബേലയുടെ തലയിൽ വെളുത്ത നിറത്തിലുള്ള ഒരു കെട്ടുണ്ടായിരുന്നു. സ്കൂളിലെ കുട്ടികൾ അതുകണ്ട് അവളെ കളിയാക്കുന്നുണ്ടായിരുന്നു. യേ ക്യാ ഹോ ഗയാ ബേല ഇതെന്തു പറ്റി ബേല? സാഹിൽ പരേശാൻ ഹോത്തെ ഹുയെ പരിഭ്രാന്തനായിക്കൊണ്ട് പൂച്ച ചോദിച്ചു. ഛത് സെ ഗിർ ഗയി ബേല ने हंसते हुए कहा और कहा बहुत दिन हो गए आज खेलगंडी में गांधी चौक में लंगड़ी टांग खेलेंगे. ഛത് സെ ഗിർ ഗയി ഛത്ത് എന്ന് വെച്ചാൽ മേൽക്കൂരയാണ്. ഛത് സെ ഗിർ ഗയി മേൽക്കൂരയിൽ നിന്ന് വീണു. ബേല ഹസ്തേ ഹുയെ ചിരിച്ചുകൊണ്ട് കഹ പറഞ്ഞു. ഓർ കഹ എന്നിട്ട് പറഞ്ഞു ബഹുത് ദിൻ ഹോ ഗയെ ഒരുപാട് ദിവസമായി ആജ് ഇന്ന് ഖേൽഗണ്ടി മേ PT പീരീഡ് ഗാന്ധി ചൗക്ക് മേ ഗാന്ധി സ്ക്വയറിൽ ലങ്കടി ടാങ് ഖേലെങ്കി ലങ്കടി ടാങ് എന്ന് പറഞ്ഞാൽ ഞൊണ്ടി കളിക്കുക എന്നാണ്. ലങ്കടി ടാങ് ഖേലെങ്കി എന്ന് പറയുമ്പോൾ നമുക്ക് ഞൊണ്ടി കളിക്കാം. നഹി ഖേലെങ്കി തെരേ സർ മേ ഫിർ സെ ലഗ് ജായി തോ നഹി ഖേലെങ്കി കളിക്കില്ല. തെരേ സർ മേ നിന്റെ തലയിൽ ഫിർ സെ ലഗ് ജായി തോ വീണ്ടും തട്ടിയാലോ. നഹി ലഗേഗി ബേലാനെ ജിദ് കി നഹി ലഗേഗി തട്ടില്ല. ബേല ജിദ് കി വാശി പിടിച്ചു. ജിദ് എന്ന് പറഞ്ഞാൽ വാശി എന്നാണ് അർത്ഥം. തലയിലേറ്റ പരിക്ക് കാരണം സാഹിൽ ബേലയെ ഞൊണ്ടിക്കളിക്കുന്നതിൽ നിന്നും വിലക്കി. കാരണം അത് നമ്മളെല്ലാം സ്വാഭാവികമായി ചെയ്യുന്നൊരു കാര്യമാണ്. ആർക്കെങ്കിലും പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അവരോട് വിശ്രമിക്കാൻ പറയാറുണ്ട്. സാഹിലും അതുപോലെ പറഞ്ഞു. എങ്കിലും ബേലയുടെ നിർബന്ധം കാരണം അവർ ഗാന്ധി സ്ക്വയറിൽ ഞൊണ്ടിക്കളിക്കാൻ വേണ്ടി പോയി. और वे हमेशा की तरह सारे बच्चों के साथ गांधी चौक की बालू में पूरी घेलकंडी लंगड़ी टांग खेले. इन बच्चों को अपने चारों ओर खेलते देखकर गांधी जी की मूर्ति ऐसी दिखाई पड़ती जैसे और समय से कुछ अधिक मुस्कुरा रही हो. और वे അവർ ഹമേശ കി തര ഹമേശ എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും എന്നാണ് അർത്ഥം. ഹമേശ കി തര എല്ലായ്പ്പോഴത്തെയും പോലെ, സാരേ ബച്ചോं के എല്ലാ കുട്ടികളുടെയും സാത്ത് കൂടെ, ഗാന്ധി ചൗക്കി ഗാന്ധി സ്ക്വയറിലെ, ബാലുമേ മണലിൽ ബാലു എന്ന് വെച്ചാൽ മണൽ എന്നാണ് അർത്ഥം, പൂരി ഖേൽഗണ്ടി മുഴുവൻ PT പീരീഡും ലങ്കടി ടാങ് ഖേലെ ഞൊണ്ടി കളിച്ചു.
ഇൻ ബച്ചോं കോ ഈ കുട്ടികൾ അപ്നെ ചാരോ ഓർ തൻ്റെ നാല് ഭാഗത്തും ഖേൽത്തെ ദേക്കർ കളിക്കുന്നത് കണ്ട് ഗാന്ധിജി കി മൂർത്തി ഗാന്ധിജിയുടെ പ്രതിമ മൂർത്തി എന്ന് പറഞ്ഞാൽ പ്രതിമയാണ് ഏസി ദിക്കായി പടുത്തി ഇങ്ങനെ കാണപ്പെട്ടു എങ്ങനെ ജैसे ഓർ സമയസെ കുറച്ചു നേരമായി കുച്ച് അധിക് കുറച്ചധികം മുസ്കുരാ രഹി ഹോ പുഞ്ചിരിക്കുന്നത് പോലെ അതായത് തനിക്ക് ചുറ്റും ഒരുപാട് കുട്ടികൾ കളിക്കുന്നത് കണ്ട ഗാന്ധി പ്രതിമ കുറച്ച് സമയമായി കുറച്ചധികം പുഞ്ചിരിക്കുന്നത് പോലെ കാണപ്പെട്ടു. അടുത്ത പാരഗ്രാഫ് നോക്കാം. रविवार का दिन था. साहिल अपने घर में नीम के पेड़ की डाली पकड़कर झूम रहा था. वो एक स्टूल पर चढ़कर झूलता था. अचानक टूटे स्टूल की एक कील साहिल की पिंडली में लग गई. 1 इंच गहरा गड्ढा हो गया. रविवार का दिन था. ഞായറാഴ്ച ദിവസമായിരുന്നു. സാഹിൽ അപ്നെ ഘർ മേ തൻ്റെ വീട്ടിൽ നീം കെ പേട് കി ഡാലി പക്കഡ്കർ നീം കാ പേട് എന്ന് പറഞ്ഞാൽ വേപ്പ് മരമാണ്. നീം കെ പേട് കി വേപ്പ് മരത്തിൻ്റെ ഡാലി ഡാലി എന്ന് പറയുമ്പോൾ കൊമ്പ് അല്ലെങ്കിൽ ചില്ല എന്നൊക്കെയാണ് അർത്ഥം. ഡാലി പക്കഡ്കർ ഒരു കൊമ്പ് പിടിച്ച് ഝൂം രഹാ ഥ ആടുകയായിരുന്നു. വോ അവൻ ഏക് സ്റ്റൂൾ പർ ഒരു സ്റ്റൂളിൽ ചടുക്കർ കയറി നിന്നിട്ടാണ് ഝൂൽത്താ ഥ ആടിയിരുന്നത്. അചാനക് പെട്ടെന്ന് ടൂട്ടേ സ്റ്റൂൾ കി പൊട്ടിയ സ്റ്റൂളിൻ്റെ എക് കീൽ ഒരാണി സാഹിൽ കി പിണ്ടലിമേ ലഗൈ സാഹിലിൻ്റെ പിണ്ടലി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽമുട്ടിന് താഴെയുള്ള കാലിൻ്റെ പിൻഭാഗത്തിനാണ് പിണ്ടലി എന്ന് പറയുക. ഇംഗ്ലീഷിൽ കാഫ് എന്നൊക്കെ പറയും. പിണ്ടലിമേ ലഗൈ കാലിൻ്റെ പിൻഭാഗത്ത് കൊണ്ടു. 1 ഇഞ്ച് 1 ഇഞ്ച് ഗഹര ആഴത്തിലുള്ള ഗഡ്ഡ ഹോഗയ കുഴിയായി. ഗഡ്ഡ എന്ന് പറഞ്ഞാൽ കുഴി. ഉസേ സർക്കാരി अस्पताल में पट्टी बंधवाने के लिए ले जाया गया. उसने देखा कि 2 लोगों को छोड़कर आगे बेला खड़ी है. सिर में पट्टी बंधवाने आई है. स्कूल आते जाते हुए और कक्षा में कई दिनों तक 2 ऐसे बच्चे दिखाई देते रहे जिनमें एक के सिर पर पट्टी बांधी होती और एक की पिंडली में. सफ़ेद पट्टी वाले ये दोनों कहीं पर भी साथ ही दिखाई देते. उसे അവനെ സർക്കാരി अस्पताल में ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പട്ടി ബന്ധുവാനെ കെ ലിയെ ബാൻഡേജ് കെട്ടുവാൻ വേണ്ടി ലേ ജായ ഗയ കൊണ്ടുപോയി. ഉസ്നെ ദേഖ അവൻ കണ്ടു കി 2 ലോഗോं को छोड़कर രണ്ടാൾ അപ്പുറത്ത് ആകെ മുന്നിലായി ബേല ഖടി ഹെ ബേല നിൽക്കുന്നു. സിർമേ തലയിൽ പട്ടി ബന്ധുവാനെ ആയി ഹെ ബാൻഡേജ് കെട്ടാൻ വന്നതാണ്. സ്കൂൾ ആത്തെ ജാത്തെ സ്കൂളിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും ഓർ കക്ഷാമേ അതുപോലെ തന്നെ ക്ലാസ്സിലും കൈ ദിനോ തക് ഒരുപാട് ദിവസങ്ങളോളം ऐसे 2 ബച്ചേ ദിക്കായി ദേത്തെ ഇതുപോലെയുള്ള 2 കുട്ടികളെ കാണാൻ കഴിഞ്ഞു. ജിന്മേ അതിൽ ഏകെ സിർ പർ പട്ടി ബാന്തി ഹോത്തി ഒരാളുടെ തലയിൽ ബാൻഡേജ് കെട്ടിയിട്ടുണ്ട് എങ്കിൽ ഏക്കി പിണ്ടലിമേ മറ്റൊരാളുടെ കാലിൽ. സഫേദ് പട്ടി വാലെ വെള്ള ബാൻഡേജുകാരായ യേ ദോനോ ഇവർ 2 പേരെയും കഹി പർ ബി എല്ലായിടത്തും സാദ് ഹി ദിക്കായി ദേത്തെ ഒരുമിച്ച് കാണാൻ കഴിഞ്ഞു. ഒരു ഞായറാഴ്ച ദിവസം സ്റ്റൂളിൽ കയറി നിന്ന് വേപ്പ് മരത്തിൽ ആടുകയായിരുന്ന സാഹിലിൻ്റെ കാലിൽ സ്റ്റൂളിലെ ആണി കുത്തിക്കയറി. അവൻ്റെ കാലിൽ 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു കുഴി രൂപപ്പെട്ടു. അവനെ അടുത്തുള്ള സർക്കാർ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ ബേലയും അവിടെ ബാൻഡേജ് കെട്ടാൻ എത്തിയിരുന്നു. അങ്ങനെ ആ 2 ബാൻഡേജുകാരെയും എല്ലായിടത്തും ഒരുമിച്ച് കാണാൻ കഴിഞ്ഞു. 5वीं कक्षा का रिजल्ट आ गया. दोनों छड़ी में आ गए. ये स्कूल 5वीं तक ही था. 5वीं कक्षा का 5ാം ക്ലാസ്സിലെ കക്ഷ എന്ന് വെച്ചാൽ ക്ലാസ് ആണ്. റിസൾട്ട് ആകയ റിസൾട്ട് വന്നു. ദോനോ 2 പേരും ഛടീമേ ആകെ 6ാം ക്ലാസ്സിലെത്തി. ഈ സ്കൂൾ 5वीं തക് ഹി ഥ 5ാം ക്ലാസ് വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സാഹിൽ അബ് തും കഹാം പഠോഗെ സാഹിൽ ഇനി നീ എവിടെയാണ് പഠിക്കാൻ പോകുന്നത്? ബേലാനെ പൂച്ച ബേല ചോദിച്ചു. ഓർ തും കഹാം പഠോഗി ബേല നീ എവിടെയാണ് പഠിക്കാൻ പോകുന്നത് ബേല? സാഹിലിനെ പൂച്ച സാഹിൽ ചോദിച്ചു. മേരെ പാപ്പ കഹ രഹേ തേ കി തുജെ രാജകീയ കന്യാ പാഠശാല മേ പഠായെങ്കെ ഓർ തും മേരെ പാപ്പ എൻ്റെ അച്ഛൻ
കഹ രഹേ തേ കി പറഞ്ഞത് തുജെ നിന്നെ രാജകീയ കന്യാ പാഠശാലാമേ രാജകീയ കന്യാ പാഠശാലയിൽ പഠായെങ്കെ പഠിപ്പിക്കുമെന്നാണ്. और तुम നിന്നെയോ? मुझे अगले साल अजमेर भेज देंगे वहाँ में एक हॉस्टल है घर से दूर वहाँ मैं अकेला रहूँगा. मुझे എന്നെ അഗലെ സാൽ അടുത്ത വർഷം അജ്മേർ ഭേജ് ദേങ്കെ അജ്മേറിലേക്ക് അയക്കും. വഹാം അവിടെ ഏക് ഹോസ്റ്റൽ ഹെ ഒരു ഹോസ്റ്റലുണ്ട്. ഘർ സേ ദൂർ വീട്ടിൽ നിന്നും അകലെ വഹാം അവിടെ അക്കേല രഹുങ്ക ഒറ്റയ്ക്ക് താമസിക്കും. ക്യോൻ സാഹിൽ എന്തിനാ സാഹിലെ? ബേല ചോദിച്ചു. പതാ നഹി ക്യൂ എന്തുകൊണ്ടാണെന്നറിയില്ല. അപ്പം നമ്മുടെ സാഹിൽ മറുപടി പറഞ്ഞു. തോ യാനിക്ക് അബ് തും ഫുലേര മേ ഹി നഹി രഹോഗെ അപ്പോൾ ബേല ഒരുപാട് സങ്കടത്തോടു കൂടി ചോദിക്കുന്നു. തോ യാനിക്ക് അതായത് അബ് തും ഇനി നീ ഫുലേര മേ ഹി നഹി രഹോഗെ ഫുലേരയിലേ ഉണ്ടാവില്ലേ? നഹി തുമാരാ റിപ്പോർട്ട് കാർഡ് ദിഖാന അപ്പോൾ സാഹിൽ ഒരുപാട് വിഷമത്തോടു കൂടി പറഞ്ഞു. നഹി ഇല്ല. തുമാരാ റിപ്പോർട്ട് കാർഡ് ദിഖാന നിന്റെ റിപ്പോർട്ട് കാർഡ് ഒന്ന് കാണിച്ചു തരാമോ? സാഹിൽ बेला का रिपोर्ट कार्ड देख रहा था और बेला साहिल का आज आखिरी बारी वे एक दूसरे की कोई चीज को छूकर देख रहे थे. സാഹിൽ बेला का സാഹിൽ ബേലയുടെ റിപ്പോർട്ട് കാർഡ് ദേഖ് രഹാ ഥ റിപ്പോർട്ട് കാർഡ് നോക്കുകയായിരുന്നു. और बेला साहिल का ബേല സാഹിലിൻ്റെയും. ആജ് ഇന്ന് ആഖിരി ബാരി അവസാനത്തെ തവണ വേ അവർ ഏക് ദൂസരേക്ക് ഒരാൾ മറ്റൊരാളുടെ കോയി ചീസ് കോ എന്തെങ്കിലും ഒരു വസ്തുവിനെ ഛൂക്കർ ദേഖ് രഹേ ഥേ തൊട്ട് നോക്കുകയായിരുന്നു. തുമാരി ആഖ് മേ ആസു ക്യൂ ആ രഹി ഹേ ബേല തുമാരി ആഖ് മേ നിന്റെ കണ്ണുകളിൽ ആസു ആസു എന്ന് പറഞ്ഞാൽ കണ്ണുനീരാണ്. ആസു ക്യോ ആ രഹേ ഹേ ബേല എന്തിനാണ് കണ്ണുനീർ വരുന്നത് ബേലെ? മുझे क्या पता ബേലാനെ ഡബ്ഡബായി ആഖോൻ സേ ഹസ്തേ ഹുയേ കഹ. മുझे क्या पता എനിക്കെങ്ങനെ അറിയാനാണ്? ബേലാനെ ബേല ഡബ്ഡബായി ആഖോ സേ നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകളോടുകൂടി ഹസ്തേ ഹുയേ കഹ ചിരിച്ചു കൊണ്ട് പറഞ്ഞു. അങ്ങനെ സാഹിലിൻ്റെയും ബേലയുടെയും 5ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു. രണ്ടുപേരും 6ാം ക്ലാസ്സിലേക്ക് ജയിച്ചു. പക്ഷേ അവരുടെ സ്കൂളിൽ 5ാം ക്ലാസ് വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബേലയെ അടുത്തുള്ള രാജകീയ കന്യാ പാഠശാലയിലും സാഹിലിനെ അജ്മേറിലുള്ള ഏതോ സ്കൂളിലും ചേർത്ത് പഠിപ്പിക്കുമെന്നാണ് അവരുടെ മാതാപിതാക്കൾ പറഞ്ഞിരുന്നത്. അവർക്കിനി ഒരുമിച്ച് പഠിക്കാനാവില്ലെന്ന സത്യം അവർ മനസ്സിലാക്കാൻ തുടങ്ങിയിരുന്നു. രണ്ടുപേർക്കും സങ്കടം വരുന്നുണ്ടെങ്കിലും രണ്ടുപേരും അത് മറച്ചു പിടിക്കാൻ ഒരുപാട് പാടുപെടുന്നുണ്ടായിരുന്നു. അടുത്ത പാരഗ്രാഫ് നോക്കാം. സാഹിൽ की आंखें बीर बहुटी की तरह लाल होने लगी थी और उनमें बारिश की बूंदों सा पानी भर गया था. बेला कहने लगी, मैं चिढ़ाऊं अब तुम्हें? रोनी सूरज साहिल रोनी सूरज साहिल. സാഹിൽ की आंखें സാഹിലിൻ്റെ കണ്ണുകൾ ബീർ ബഹൂട്ടി की तरह ബീർ ബഹൂട്ടിയെ പോലെ ലാൽ ഹോനെ ലഗി ഥി ചുവപ്പ് നിറമാവാൻ തുടങ്ങിയിരുന്നു. और उनमें അവയിൽ ബാരിഷ് കി മഴയുടെ ബൂന്തോൻസ തുള്ളികളെ പോലെ പാനി ഭർ ഗയാ ഥ കണ്ണുനീർ നിറയാൻ തുടങ്ങിയിരുന്നു. ബേല കഹനെ ലഗി ബേല പറയാൻ തുടങ്ങി, മേ ചിടാവു അബ് തുമേ ഞാൻ നിന്നെ കളിയാക്കട്ടെ? രോനി സൂരജ് സാഹിൽ രോനി സൂരജ് സാഹിൽ. ഇവിടെ ശരിക്ക് രോനി സൂരജ് സാഹിൽ എന്ന് പറയുമ്പോൾ കരയുന്ന രൂപമുള്ള സാഹിൽ എന്നാണ് അർത്ഥം. സാഹിൽ കരയുന്നേ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. बारिशे आने में 1.5 महीना बाकी था लेकिन यह बारिशों से पहले की बारिश का एक दिन था. आसमान में घटाएं गिरी थी, धूल भरी तेज हवाएं चल रही थी, पानी बरस रहा था. फुलेरा कब से की बादल छाई एक गली में 5वीं से चढ़ी में चली गई एक लड़की जा रही थी. उसके भूरे बाल बीर बहूटियों के रंग के लाल रिबन से बंधे थे. दूसरी दिशा को जाती एक गली में 5वीं से छड़ी में गया एक 11 साल का लड़का जा रहा था. इसकी पिंडली में बीर बहूटी के रंग का सा 1 इंच लंबा छोड़ का निशान था. बारिशे आने में മഴക്കാലം തുടങ്ങുന്നതിന് 1.5 മഹീന ബാക്കി ഥ 1.5 മഹീന 1.5 മാസം ബാക്കി ഥ ബാക്കിയുണ്ടായിരുന്നു. ലേക്കിൻ എന്നാൽ ഇത് ബാരിഷോ സെ പെഹ്ലെ കി മഴ പെയ്യുന്നതിന് മുൻപുള്ള ബാരിഷ് കാ ഏക് ദിൻ ഥ ഒരു മഴ ദിവസമായിരുന്നു. ആസ്മാൻ മേ ആകാശത്തിൽ ഘട്ടായെ കാർമേഘങ്ങൾ ഖിരീതി
വ്യാപിച്ചിരുന്നു. ധൂൽ ഭരി പൊടി നിറഞ്ഞ, തേസ് ശക്തിയുള്ള, ഹവായൻ ചൽ രഹി ഥി കാറ്റ് വീശുന്നുണ്ടായിരുന്നു. പാനി ബരസ് രഹാ ഥ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഫുലേര കബ്സേക്കി ഫുലേര പട്ടണത്തിലെ, ബാദൽ ഛായി ഏക് ഗലീമേ മഴക്കാർ നിറഞ്ഞ ഒരു തെരുവിൽ, പാഞ്ച്വീൻ സെ 5ാം ക്ലാസ്സിൽ നിന്നും, ഛടീമേ ചലി ഗയി 6ാം ക്ലാസ്സിലേക്കായ, ഏക് ലഡ്കി ജാ രഹി ഥി ഒരു പെൺകുട്ടി പോകുന്നുണ്ടായിരുന്നു. ഉസ്കെ ഭൂരേ ബാൽ അവളുടെ, ഭൂരെ എന്ന് പറഞ്ഞാൽ തവിട്ട് നിറമുള്ള എന്നാണ്, തവിട്ട് നിറമുള്ള, ബാൽ തലമുടി, ബീർ ബഹൂട്ടിയൊക്കെ ബീർ ബഹൂട്ടികളുടെ, രംഗ് കെ നിറമുള്ള, ലാൽ റിബൺ സെ ചുവന്ന റിബൺ കൊണ്ട്, ബന്ധേ ഥേ കെട്ടിയിരുന്നു. ദൂസരി ദിശാക്കോ മറ്റൊരു ദിശയിലേക്ക്, ജാത്തി പോകുന്ന, ഏക് ഗലീമേ ഒരു തെരുവിൽ, പാഞ്ച്വീൻ സെ 5ാം ക്ലാസ്സിൽ നിന്നും, ചടീമേ ഗയ 6ാം ക്ലാസ്സിലേക്കായ, ഏക് 11 സാൽ കാ ലഡ്ക ഒരു 11 വയസ്സായ ആൺകുട്ടി, ജാ രഹാ ഥ പോകുന്നുണ്ടായിരുന്നു. ഇസ്കി പിണ്ടലീമേ അവൻ്റെ കാലുകളിൽ, ബീർ ബഹൂട്ടിക്ക് ബീർ ബഹൂട്ടിയുടെ, രംഗ് കാസ നിറമുള്ള, 1 ഇഞ്ച് ലംബ 1 ഇഞ്ച് നീളമുള്ള, ചോട്ട്കാ നിശാൻ ഥ മുറിവിൻ്റെ പാടുണ്ടായിരുന്നു. മഴക്കാലമല്ലായിരുന്നുവെങ്കിലും അന്ന് മഴ പെയ്തിരുന്നു. ആകാശം മേഘാവൃതമായിരുന്നു. പൊടിക്കാറ്റ് വീശിയിരുന്നു. ആ 2 സുഹൃത്തുക്കൾ വേർപിരിയുന്നതിന് ഫുലേര പട്ടണം സാക്ഷിയാവുകയായിരുന്നു. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ക്ലാസ്സിലൂടെ വീണ്ടും കാണാം.